നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മയ്ക്ക് വിട. മുടവൻമുകളിലെ വീട്ടിൽ പൊതുദർശനം തുടരുകയാണ്. ഗവർണർ, മുഖ്യമന്ത്രി, ഡെപ്യൂട്ടി മേയർ അടക്കമുള്ളവരും സിനിമാ മേഖലയിൽ നിന്ന് നിരവധി പേരും അന്തിമോപചാരം അർപ്പിക്കാനെത്തി. RSS മുതിർന്ന പ്രചാരകൻ S. സേതുമാധവനും പ്രാന്തീയ കാര്യകർത്താക്കളും അന്ത്യാഞ്ജലി അർപ്പിച്ചു. ജനം ടിവിക്ക് വേണ്ടി ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള, പ്രോഗ്രാം ആൻഡ് കറന്റ് അഫയേഴ്സ് എഡിറ്റർ അനിൽ നമ്പ്യാർ എന്നിവർ ചേർന്ന് റീത്ത് സമർപ്പിച്ചു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. ഗോകുലും MS വീണയുമുണ്ട്. ഗോകുലിലേക്ക് ആദ്യം. ഗോകുൽ, നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മയെ അവസാനമായി ഒരു നോക്ക് കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനുമായി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി പേരാണ് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? രോഹിണി, രാവിലെ 5 മണിക്കാണ് എറണാകുളം എളമക്കരയിലെ വീട്ടിൽ നിന്നും ശാന്തകുമാരി അമ്മയുടെ മൃതദേഹം മുടവൻമുകളിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. രാവിലെ മുതൽ തന്നെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക, കലാമേഖലകളിലെ നിരവധി പ്രമുഖർ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി മുടവൻമകളിലെ വീട്ടിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. മോഹൻലാലും ഭാര്യ സുചിത്രയും മകൾ വിസ്മയയും മകൻ പ്രണവ് മോഹൻലാലും ഈ വീട്ടിൽ തന്നെയുണ്ട്. രാവിലെ തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. നിലവിൽ 4 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഒപ്പം മോഹൻലാലിൻ്റെ പ്രിയപ്പെട്ടവരും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും സഹചാരികളുമായിട്ടുള്ള ഏറെ പേർ രാവിലെ തന്നെ ഇവിടെ എത്തി അദ്ദേഹത്തെയും കുടുംബത്തെയും ആശ്വസിപ്പിക്കുന്നതിനായിട്ട് ഇവിടെ തന്നെ തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള പ്രിയദർശൻ, സുരേഷ് കുമാർ, MG ശ്രീകുമാർ അടക്കമുള്ള ആളുകൾ ഇവിടെ തന്നെയുണ്ട്. ഒപ്പം അദ്ദേഹത്തിൻ്റെ സിനിമാ മേഖലയിലെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമൊക്കെ തന്നെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം സാധാരണക്കാരായിട്ടുള്ള ആളുകളും മലയാളത്തിൻ്റെ മഹാനടന് ജന്മം നൽകിയ ആ അമ്മയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി മുടവൻമുകളിലെ വീട്ടിലേക്ക് രാവിലെ മുതൽ ഇങ്ങനെ ഒഴുകി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇനി 2 മണിക്കൂറുകൾ കൂടി ഈ വീട്ടിൽ തന്നെ പൊതുദർശന ചടങ്ങുകൾ ഉണ്ടാകും. അതിനുശേഷം 4 മണിക്ക് വീട്ടുവളപ്പിൽ തന്നെയാണ് അന്ത്യകർമ്മങ്ങൾ നടക്കുന്നുണ്ടാവുക. മോഹൻലാലിൻ്റെ പിതാവ് വിശ്വനാഥനും അതോടൊപ്പം തന്നെ സഹോദരൻ പ്യാരിലാലും അന്തിയുറങ്ങുന്നത്, അന്ത്യവിശ്രമം കൊള്ളുന്നത് മുടവൻമുകളിലെ ഈ വീട്ടുവളപ്പിൽ തന്നെയാണ്. അവർക്ക് ഒപ്പം തന്നെയായിരിക്കും അമ്മയുടെ മൃതദേഹവും സംസ്കരിക്കുന്നുണ്ടാവുക. ഏറെ വൈകാരികമായിട്ടുള്ള ബന്ധം മോഹൻലാലിനും കുടുംബത്തിനും ഈ വീടുമായിട്ടുണ്ട്. കാരണം മോഹൻലാൽ ചെറുപ്പം മുതൽ വളർന്നതൊക്കെ തന്നെ ഈ വീട്ടിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത് പോലും ഈ വീട്ടിൽ നിന്നായിരുന്നു എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹം നേരത്തെ തന്നെ മലയാളികളോട് പറഞ്ഞിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് അന്ന് ആദ്യ ചിത്രത്തിന് അഭിനയിക്കാനായി പോകുമ്പോൾ അമ്മ ഈ പൂമുഖത്ത് നിന്നുകൊണ്ട് അദ്ദേഹത്തെ യാത്രയാക്കിയ വിവരമൊക്കെ മോഹൻലാൽ ഓർമ്മകളായിട്ട് നേരത്തെ പങ്കുവച്ചിട്ടുണ്ട്. ഒപ്പം മാതൃവാത്സല്യത്തിൻ്റെ അല്ലെങ്കിൽ ശാന്തകുമാരി അമ്മയുടെ ആ ഒരു വാത്സല്യത്തെയും സ്നേഹത്തെയും പറ്റിയൊക്കെ അദ്ദേഹം തൻ്റെ എഴുത്തുകളിലൂടെയും ഒപ്പം അഭിമുഖങ്ങളിലൂടെയും ഒക്കെ മലയാളികളോട് ഏറെ തവണ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മാതൃവാത്സല്യം അത് എത്രത്തോളമായിരുന്നു എന്നുള്ള കാര്യം മലയാളിക്ക് ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ അമ്മയെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ഇത്രയധികം സാധാരണക്കാരടക്കമുള്ള ആളുകൾ, പ്രമുഖരെ കൂടാതെ തീർത്തും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പോലും ഈ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച രാവിലെ മുതൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നിലവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ്, ഒപ്പം തിരുവനന്തപുരം ഡെപ്യൂട്ടി മേയർ ആശാനാഥ് അടക്കമുള്ള രാഷ്ട്രീയ മേഖലയിലെ നിരവധി പ്രമുഖർ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ മുതിർന്ന പ്രചാരകന്മാരായിട്ടുള്ള S. സേതുമാധവൻ, A. ജയകുമാർ അടക്കമുള്ള ആളുകൾ സംഘത്തിന് വേണ്ടിയിട്ട് ഔദ്യോഗികമായിട്ട് അന്തിമോപചാരം അർപ്പിച്ചു. അതുകൂടാതെ ജനം ടിവിക്ക് വേണ്ടിയിട്ട് ജനം ടിവിയുടെ MD, ഒപ്പം CFO, ചീഫ് എഡിറ്റർ, പ്രോഗ്രാം ആൻഡ് കറന്റ് അഫയേഴ്സ് എഡിറ്റർ അടക്കമുള്ള ആളുകളും ഇവിടെ എത്തി പുഷ്പചക്രം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും വലിയ തിരക്ക് തന്നെ ഇവിടെ അനുഭവപ്പെടുകയാണ്. അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ആളുകൾ വന്നു ചേർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. സുരക്ഷയുടെ ഭാഗമായി പോലീസ് അടക്കമുള്ള സേനകൾ കൃത്യമായിട്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇനി എന്തായാലും 4 മണി വരെ മാത്രമാണ് ഇവിടെ അന്തിമോപചാരം അർപ്പിക്കാനുള്ള പൊതുദർശനത്തിന് സൗകര്യമുള്ളത്. അതിനുശേഷം വീട്ടുവളപ്പിൽ തന്നെ ഈ വീടിന് തൊട്ട് പിറകിലായിട്ട് സജ്ജീകരിച്ചിട്ടുള്ള വളപ്പിൽ തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ടാവുക. എന്തായാലും മലയാളത്തിൻ്റെ ആ മഹാനടന് ജന്മം നൽകിയ അമ്മയ്ക്ക് വിട നൽകുകയാണ് മലയാളം. രോഹിണി. അതെ, ശരി ഗോകുൽ. MS വീണ കൂടി ചേരുന്നു. വീണ, മോഹൻലാലിനെ അറിയാവുന്നവർക്കെല്ലാം മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി അമ്മയെയും അറിയാവുന്നുള്ള കാര്യമാണ്. കാരണം ഒരമ്മയും മകനും തമ്മിലുള്ള അടുപ്പം എത്രത്തോളം ദൃഢമാണ് എന്നുള്ളത് അവരുടെ ബന്ധത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ മോഹൻലാലിനെ അടുത്തറിയാവുന്നവർക്കൊക്കെ തന്നെ അവരുടെ ആ ആത്മബന്ധത്തെക്കുറിച്ചും ആ ദൃഢമായ ബന്ധത്തെക്കുറിച്ചും ഒക്കെ ഒരുപാട് സംസാരിക്കാനുള്ളത്. അതുകൊണ്ട് മോഹൻലാലിനൊപ്പം ആ അമ്മയ്ക്ക് അന്ത്യയാത്ര നൽകുന്നതിനായി ധാരാളം പേരാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ധാരാളം പ്രിയപ്പെട്ട ഓർമ്മകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ അല്ലേ എല്ലാവരും ഇങ്ങനെ അവസാനമായ ഒരു നോക്ക് കാണുവാനായി ഇപ്പോഴും വലിയ തിരക്ക് തന്നെ അവിടെ അനുഭവപ്പെടുന്നത്.
രോഹിണി, രാവിലെ 5 മണിയോട് കൂടിയാണ് ശാന്തകുമാരി അമ്മയുടെ ഭൗതിക ദേഹം മുടവൻ മുകളിലെ ഹിൽവ്യൂവിലെ വീട്ടിലെത്തിച്ചത്. ആദ്യ മണിക്കൂറുകൾ മുതൽ തന്നെ, ആ 5 മണി മുതൽ തന്നെ നിരവധി പേരാണ്, മോഹൻലാലിൻ്റെ സഹപ്രവർത്തകരും നാട്ടുകാരും ബന്ധുക്കളും അടക്കമുള്ള നിരവധി പേരാണ് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ മോഹൻലാലും അമ്മയുമായിട്ടുള്ള ആത്മബന്ധം അറിയാവുന്നവരാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ഉറ്റവരുമൊക്കെ. അതിനാൽ തന്നെ അക്കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തിനും ആരാധകർക്കും നാട്ടുകാർക്കുമൊക്കെ നന്നായി അറിയാവുന്ന കാര്യങ്ങളാണ്. അത്തരം ഓർമ്മകൾ അദ്ദേഹം പലതവണ പങ്കുവച്ചിട്ടുമുണ്ട്. ആ കഥാപാത്രങ്ങൾ, അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ, അതായത് വികാരാധീന ദുരന്തമായിട്ട് സംഭവിക്കുന്ന ചില കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ അമ്മ ആ സിനിമ കണ്ടിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്മാത്ര എന്ന സിനിമ തിയേറ്ററുകളിൽ എത്തിയ സമയത്ത് അമ്മ പോയിരുന്നു. ശാന്തകുമാരി അമ്മ ആ സിനിമ മുഴുവൻ കണ്ടതിന് ശേഷം കരഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. സിനിമാ മേഖലയിലേക്ക് അദ്ദേഹം എത്തിയപ്പോൾ വലിയ തരത്തിലുള്ള പിന്തുണ നൽകിയത് അമ്മയാണ്. തിരുവനന്തപുരത്താണ് സ്വദേശം. ഈ ഒരു വീട്ടിലാണ് അദ്ദേഹം കളിച്ചു വളർന്നത്. അപ്പോൾ തന്നെ കുട്ടിക്കാലത്തെ ഓർമ്മകളും അമ്മയ്ക്കൊപ്പമുള്ള ഓർമ്മകളെല്ലാം ഇവിടെയാണ്. സിനിമാ ജീവിതം തുടങ്ങുന്ന സമയത്തും അമ്മ ആണ് ചിരിച്ചുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് മകനെ ലൊക്കേഷനിലേക്ക് യാത്രയാക്കിയിട്ടുള്ള കാര്യങ്ങളടക്കം പറഞ്ഞിട്ടുണ്ട്. ആദ്യ ചിത്രം അടക്കം, അതുപോലെ തന്നെ തിരനോട്ടം എന്ന ചിത്രത്തിൽ ലൊക്കേഷൻ ആയിരുന്നതും ഈ വീടായിരുന്നു. മകൻ്റെ സിനിമ ലോകത്തെ എല്ലാ വിശേഷങ്ങളും, ഒപ്പം തന്നെ സിനിമാ മേഖലയിലെ സഹപ്രവർത്തകരെയും സഹപാഠികളായിട്ടുള്ള സഹപ്രവർത്തകരും ഈ വീട്ടിലെ നിത്യ സന്ദർശകരായിരുന്നു. മകനോട് നൽകുന്ന അതേ സ്നേഹവും കരുതലും വാത്സല്യവും തന്നെയാണ് ശാന്തകുമാരി അമ്മ അവർക്ക് നൽകിയിരുന്നത്. അവരെയും മക്കളെപ്പോലെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ഒപ്പം തന്നെ കുട്ടിക്കാലം മുതൽ തന്നെ ഒപ്പം പഠിച്ചിരുന്ന മണിയമ്പിള്ള രാജു, പ്രിയദർശൻ, സുരേഷ് കുമാർ അടക്കമുള്ളവർ ഈ വീട്ടിലുണ്ട്. അവരൊക്കെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടാണ് മോഹൻലാലിനൊപ്പം നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തീരാവേദനയിൽ, കുടുംബത്തിനുണ്ടായ തീരാനഷ്ടത്തിൽ ഒപ്പം പങ്കുചേരുന്നതിനായി സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരെത്തുന്നുണ്ട്. ഒപ്പം തന്നെ നാട്ടുകാരടക്കമുള്ള നിരവധി പേർ ഇങ്ങോട്ടേക്ക് എത്തുന്നതുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില സിനിമകളുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, അമ്മ പൊതുവിൽ എല്ലാ കാര്യങ്ങളും ഈ നാട്ടിലെ സാധാരണക്കാർക്കായിട്ട് നിർധരരായിട്ടുള്ള ആരോരുമില്ലാത്ത കുഞ്ഞുങ്ങളെ സഹായിക്കുന്നതിനും ശാന്തകുമാരി അമ്മയുടെ ഇടപെടൽ എത്തിയിട്ടുണ്ട്. അമ്മ മനസ്സിൻ്റെ സ്നേഹം, ആ അമ്മ മനസ്സിൻ്റെ കാരുണ്യം, വാത്സല്യം ഈ നാട്ടിലെ കുരുന്നുകൾക്കും കിട്ടിയിട്ടുണ്ട്. അത്തരത്തിലുള്ള അമ്മമാരെയും ഇവിടെ വെച്ച് കാണാനിടയായിട്ടുണ്ട്. എന്നാൽ അവർ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് അത്തരം കാര്യങ്ങളൊന്നും പറയാൻ തയ്യാറായില്ല. പക്ഷേ ഈ വാർത്ത പറയുമ്പോൾ കൃത്യമായി പറയണം. ഞങ്ങൾ നിർധരരായിട്ടുള്ള ഞങ്ങളുടെ ഒരുപാട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും അവരെ ജീവിതത്തിലേക്ക് കരകയറ്റി കൊണ്ടുവരുന്നതിന് അമ്മയുടെ സഹായങ്ങൾ എത്തിയിട്ടുണ്ട്. സാമ്പത്തികപരമായിട്ടും അതുപോലെ തന്നെ അല്ലാതെയും അമ്മ വിശേഷങ്ങൾ അന്വേഷിക്കുകയും മാനസികപരമായി പിന്തുണ നൽകുകയും ഒരമ്മയുടെ വാത്സല്യവും കരുതലും നൽകി അവരെ ജീവിതത്തിൽ കൈപിടിച്ചുയർത്തുവാൻ ശാന്തകുമാരി അമ്മയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് അത്തരത്തിൽ ഇവിടെ എത്തിയ ശാന്തകുമാരി അമ്മയെ അവസാനമായി കാണാനെത്തിയ നാട്ടുകാരിൽ ചിലർ പറയുകയും ചെയ്തു. വികാരാധീരനായിട്ട് മടങ്ങുന്ന ഒരുപാട് പേര് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നാട്ടുകാരടക്കം നിരവധി പേര് ഈ ഒരു പ്രദേശത്ത് തടിച്ചുകൂടുന്നുണ്ട്. ചെറിയ കുട്ടികളടക്കമുള്ളവരുണ്ട്. മോഹൻലാലിൻ്റെ അഭിമുഖങ്ങളിലും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുറിപ്പുകളിലുമൊക്കെ അദ്ദേഹവും അമ്മയും തമ്മിലുള്ള അടുപ്പവും സ്നേഹവും ആത്മബന്ധത്തിൻ്റെ കാര്യങ്ങളുമൊക്കെ പങ്കുവച്ചിട്ടുള്ളതിനാൽ തന്നെ കൊച്ചുകുട്ടികൾക്കും മലയാളികൾക്കും മോഹൻലാലും അതുപോലെ തന്നെ അമ്മയും തമ്മിലുള്ള ആത്മബന്ധമായിട്ടറിയാം. മഹാനടന് ജന്മം നൽകിയ അമ്മ എന്നതിലുപരി മോഹൻലാലിൻ്റെ അമ്മയെ സ്വന്തം അമ്മയായി കണ്ടുകൊണ്ട് ആ അമ്മയ്ക്ക് അവസാന യാത്രാമൊഴിയേകുവാൻ നിരവധി പേരാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് ഈ ഒരു വീട്ടുവളപ്പിൽ തന്നെയാണ്, പൂജപ്പുരയിലെ മുടവൻ മുകളിലെ ഹിൽവ്യൂവിലെ ഈ ഒരു വീടിൻ്റെ പുറകിൽ തന്നെയാണ്, വീട്ടുവളപ്പിൽ തന്നെയാണ് അമ്മയ്ക്കുള്ള അന്ത്യവിശ്രമത്തിനായിട്ടുള്ള ഇടം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നടപടിക്രമങ്ങളും കാര്യങ്ങളുമൊക്കെ ഒരു ഭാഗത്ത് ഒരുക്കങ്ങളുമൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ വരുന്ന എല്ലാവർക്കും, സിനിമാ മേഖലയിലുള്ളവർക്കും അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ചവർക്കും അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങൾ പല ഘട്ടങ്ങളിൽ ഒപ്പം ഉണ്ടായിരുന്നവരടക്കം നിരവധി പേർ എത്തുന്നുണ്ട്. അവർക്കൊക്കെ അമ്മയെ കണ്ട് അന്തിമോപചാരം അർപ്പിച്ച് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ച് പോകുവാൻ എല്ലാവർക്കും അവസരവും നൽകുന്നുണ്ട്. 4 മണി വരെ ആയിരിക്കും പൊതുദർശനത്തിന് സമയമുണ്ടാവുക. 4 മണിക്ക് ശേഷമായിരിക്കും അന്തിമ കർമ്മങ്ങൾ ആരംഭിക്കുക. ഇവിടെ ഈ ഒരു വീട്ടിൽ മോഹൻലാൽ, ഭാര്യ സുചിത്ര, ഒപ്പം തന്നെ വിസ്മയ, പ്രണവ് മോഹൻലാൽ അടക്കമുള്ളവരുണ്ട്. ഒപ്പം തന്നെ അവസാനമായി ഒരു നോക്ക് കാണുവാനായി സാംസ്കാരിക സാമൂഹിക രംഗത്തെ വിവിധ മേഖലയിലുള്ളവരും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. രോഹിണി. ശരി, MS വീണയും ഗോകുൽ രമേശുമാണ് വിവരങ്ങൾ നൽകിയത്. നടൻ മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരി അമ്മയ്ക്ക് വിട നൽകാൻ കേരളം ഒരുങ്ങുകയാണ്. മുടവൻ മുകളിലെ വീട്ടിൽ പൊതുദർശനം തുടരുകയാണ്. ഗവർണർ, മുഖ്യമന്ത്രി, ഡെപ്യൂട്ടി മേയർ അടക്കമുള്ളവരും സിനിമാ മേഖലയിൽ നിന്ന് നിരവധി പേരും അന്തിമോപചാരം അർപ്പിക്കാൻ എത്തി. ഇപ്പോഴും അമ്മയെ ഒരു നോക്ക് കാണുന്നതിനായി നിരവധി പേരാണ് എത്തിച്ചേർന്നുകൊണ്ട് ഇരിക്കുന്നത്.